ഇന്നിപ്പോ നിങ്ങൾ കണ്ടല്ലോ ഈ ചടങ്ങ് ഇത്ര മനോഹരമായി സംഘടിക്കാൻ മോട്ടോർ വാഹന വകുപ്പിൽ കഴിയും എന്ന് മനസ്സിലായല്ലോ. 52 പേര് 52 വണ്ടിയിൽ ഈ 2 ഉദ്യോഗസ്ഥൻ വെച്ച് AC ഇട്ട് അകത്ത് കയറിയിരുന്നു കനകക്കുന്നിൽ. മുമ്പിൽ 20 കസേര പോലും ഇല്ല. ഉണ്ടായിരുന്നോ? അവിടെ വന്ന മാധ്യമപ്രവർത്തകരും ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് നിങ്ങൾ പറ, സത്യം വേണം പറയാൻ, ഉണ്ടായിരുന്നോ? അങ്ങനെയാണോ ഇന്ന് ഈ ചടങ്ങ് നടക്കുന്നത്? ഈ പേരുകൂടെയുള്ള നല്ലവരായ ജനങ്ങൾ പങ്കെടുക്കുന്നില്ല ഇതിനകത്ത്. പല മേഖലയിൽ നിന്ന് വന്നവർ പങ്കെടുക്കുന്നില്ല, സഹോദരി സഹോദരന്മാർ പങ്കെടുക്കുന്നില്ലേ? ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് വരാനറിയാം. ഇവരൊക്കെ എവിടെയായിരുന്നു ഒന്ന്? 52 വണ്ടിയിൽ 104 പേര് കയറി AC ഇട്ട് അകത്തിരിക്കും. എന്തിനാണ്? ആ 52 പേര് ഇറങ്ങി പുറത്തിരുന്നെങ്കിൽ ആ സദസ് അങ്ങനെ ആവുമായിരുന്നു. അതുകൊണ്ട് അത്തരം സർക്കാരിനെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ, അത് ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരിപാടികൾ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിനി എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പരാതിയില്ല. ഞാൻ എടുത്ത നിലപാട് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇത്രയധികം വാഹനങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ടാകുന്ന എൻഫോഴ്സ്മെന്റിൽ ഉണ്ടാകുന്ന പുരോഗതി, ആ പുരോഗതി നമ്മൾ തിരിച്ചറിയണം. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇന്നലെ ഒരാൾ ചോദിക്കണം, ഞാൻ പറഞ്ഞ KSRTC മുണ്ടി നടന്ന KSRTC ഇപ്പൊ രാജാവിനെ പോലെയാണെന്ന് ഒരാൾ ചോദിക്കുകയാണ്, അംഗപരിമിതരെ അങ്ങ് അപമാനിച്ചില്ലേ എന്ന്. ലജ്ജയുണ്ടോ ചോദിക്കാൻ? ഇത്രയ്ക്ക് ഒരു ദുഷിച്ച ഒരു ജേർണലിസം ആര് പഠിപ്പിച്ചനിയ എന്നാണ് ചോദിക്കേണ്ടത്. അപമാനിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ക്യാമറ മുമ്പിൽ ചോദിച്ചില്ല. ആരാ അനിയ ഇത്ര നല്ല മോശപ്പെട്ട ഒരു ജേർണലിസം പഠിപ്പിച്ചു? അതായത് മുണ്ടി പോയ KSRTC രാജാവിനെ പോലെയായി എന്ന് പറയുമ്പോൾ KSRTC ജീവനക്കാരും നാട്ടുകാരും അതിൽ അഭിമാനിക്കുന്നു പറയുമ്പോൾ അതിൽ ഇദ്ദേഹത്തിന് കിട്ടിയത് കൊതുകിന് കൗതുകം ചോര തന്നെ. എന്നോട് ചോദിക്കുകയാണ്, അംഗപരിമിതരെ അങ്ങ് അപമാനിച്ചില്ലേ? അതിനെന്ത് അംഗപരിമിത ഉളുക്കിയതായിരുന്നു കാല് KSRTC ഇച്ചിരി എണ്ണയിട്ട് തിരികെപ്പം ശരിയായി. ഡോക്ടറെ വെട്ടിയത് ആർക്ക് ഡെലിഗേറ്റ് ചെയ്യണം എന്ന് ചോദിക്കുന്ന രീതിയാണ്. എന്ത് ജേർണലിസമാണ് എന്നോട് ചോദിക്കുകയാണെന്നല്ല. പിന്നെ ഒരു ചെറുപ്പക്കാരനാണ്, എല്ലാവരെയും ക്യാമറ ഓടുകയാണ്, തർക്കുത്തരം പറഞ്ഞ് നാണം കെടുത്തുണ്ടല്ലോ. എനിക്ക് തമാശയിലൂടെ കളിയാക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അത് ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കുന്ന ആളുകൾ. അത്രയും നേരം പ്രസംഗം, 1 മണിക്കൂറോളം നീണ്ടുന്ന ഒരു പ്രസംഗം കേട്ടിട്ട് മുണ്ടിയും നടന്ന KSRTC രാജാവിനെ പോലെ ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗപരിമിതരെ അപമാനിച്ചതല്ലേ? അവന്റെ മനസ്സ് എത്ര വിഷമുള്ളതാണെന്ന് ആലോചിക്കണം. നമ്മൾ സ്വപ്നം കാണാത്ത ഒരു കാര്യം അവൻ കാണണമെങ്കിൽ അവന്റെ മനസ്സ് എന്തുമാത്രം പോയിസണസ് ആണെന്ന് ആലോചിക്കണം. വേറെ ഒരു ചോദ്യം കിട്ടിയില്ല. ചോദിച്ച ചോദ്യമാണ്. ഇതിന് മറുപടി ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസം മാത്രമാവണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മറുപടി പറയാൻ അറിയാത്തവനൊന്നുമല്ല ഗണേഷ് കുമാർ. നല്ല മറുപടി പറഞ്ഞ് കേരള ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച R ബാലകൃഷ്ണയുടെ മോന. അങ്ങനെ മറുപടി പറയാനൊന്നും ദാരിദ്ര്യമൊന്നുമില്ല. അതൊക്കെ നമ്മൾ പറയും. നാടിന്റെ നന്മയ്ക്കാണ് പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യത്തിൽ സർക്കാർ ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ചെറുതാക്കി കാണിക്കാൻ എല്ലാ ദിവസവും രാവിലെ ഓരോരോ കലാപരിപാടികളായിട്ട് ഇറങ്ങി. കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഒരു സ്വർണമായിരുന്നു, ഒരു പെങ്കൊച്ചും ഒരു സ്വർണവും കൂടെ. ഇപ്രാവശ്യം വേറെ ഏതാണ്ട് ഒരു സ്വർണവും കൊണ്ടിറങ്ങി. അതിൽ എനിക്ക് മനസ്സിലാവാത്തതല്ല, ദേവസ്വം ബോർഡിന്റെ മേളിൽ സർക്കാരിനോ മന്ത്രിക്കോ യാതൊരു നിയന്ത്രണമില്ല. ആ ദേവസ്വം ബോർഡിൽ ആരോ എന്തോ കുഴപ്പം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്ന സയൻസ് മനസ്സിലാക്കി. പിന്നെ ദേവസ്വം ബോർഡിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു ശബരിമലയിലെ വിഷയത്തിൽ. ഇന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പര്യാപ്തമല്ലെങ്കിൽ ഇതിന്റെ മേളത്തെ അന്വേഷണം നടത്തണം എന്ന് പറയേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ഈ വിഷയം എടുത്തു കഴിഞ്ഞു. ഹൈക്കോടതി വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തൃപ്തികരമല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുന്ന കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി. CBI അന്വേഷണം വേണമെങ്കിലും പറയാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതിന് മുമ്പേ ബഹളം തുടങ്ങി. അങ്ങനെ ഹൈക്കോടതി പറഞ്ഞതിന് അന്വേഷണത്തിന് മേളിൽ അതിനേക്കാളും വലിയൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം, ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ അധികാരമുണ്ട്. കോടതിയുടെ മേളിലാണോ സർക്കാർ? അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുകളിലല്ല സർക്കാരും മുഖ്യമന്ത്രിയും. അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന അന്വേഷണം നടക്കുകയാണ്. അത് തൃപ്തികരമല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നിയാൽ അതിന്റെ മുകളിലുള്ള അന്വേഷണത്തിലേക്ക് ഹൈക്കോടതി കടക്കും. അതിന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു? ഇതിന് മേളൊരു സ്ഥാനം എന്ത് പ്രഖ്യാപിക്കാൻ? ഹൈക്കോടതി ഉത്തരവിന്റെ മേളിൽ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ അധികാരമില്ല എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം. അത് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് 4 ദിവസം കേരളത്തിന്റെ നിയമസഭ സ്തംഭിപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കേരള നിയമസഭ കൂടുന്ന ദിവസം ഏതാണ്ട് 50 ലക്ഷം രൂപ ചെലവുണ്ട്. 4 ദിവസം ഈ സ്തംഭിപ്പിച്ചതിലൂടെ പ്രതിപക്ഷം കേരള സർക്കാരിന്റെ ഖജനാവിലെ 2 കോടി രൂപയാണ് നശിപ്പിച്ചതെന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഓർത്തേച്ച് വേണം പോകാൻ എന്ന് എനിക്ക് പറയാം. കേരളത്തിന്റെ നിയമസഭ ഒരു ദിവസം കൂടാൻ 50 ലക്ഷം രൂപ.
MLA-മാരെ DA അടക്കം ഇതെല്ലാം വാങ്ങി പോക്കറ്റിലിട്ടിട്ട് സ്തംഭിപ്പിച്ച് മുറിയിൽ പോയിരിക്കുന്നത് മര്യാദയല്ല എന്ന്, ജനാധിപത്യത്തിൽ മര്യാദയല്ല എന്ന് ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു ചെറിയ പാർട്ടിയുടെ നേതാവാണ്. എങ്കിലും എന്റെ ഒരു പൗരൻ നിലയിലുള്ള എന്റെ അവകാശത്തിന്റെ പുറത്തെ മന്ത്രി എന്നുള്ള നിലയിലല്ല ഞാൻ പറയുകയാണ്, അത് തെറ്റാണ്. പൊതു ഖജനാവിൽ 4 ദിവസം സ്തംഭിപ്പിക്കുമ്പോൾ 2 കോടി രൂപ അവസാനിക്കുന്നുണ്ട്. MLA-മാരെ ശമ്പളവും DA അടക്കം ഒരു അസംബ്ലി ഒരു ദിവസം കൂടാൻ 50 ലക്ഷം രൂപയ്ക്ക് മേളിൽ ചെലവ് വരും. അതാണ് ഈ ഇല്ലാത്ത കാര്യത്തിന്, ഏത് കാര്യത്തിന് ഇല്ലാത്ത കാര്യം ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെവിടൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് ചെയ്യുന്നുണ്ട്.